ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് ജൂൺ 25, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. ഇന്നത്തെ കറണ്ട് അഫേഴ്സിലെ ചില ഹെഡിങ്സ് ആണ്. ഉല്ലാസ് എന്ന പ്രോഗ്രാമിന്റെ കീഴിൽ ത്രിപുര സമ്പൂർണ്ണ സംസ്ഥാനമായിട്ട് മാറി. ചൈനയിൽ ഇന്ന് ആരംഭിക്കുകയാണ് SCO ഡിഫൻസ് മീറ്റിംഗ്. ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആയിട്ട് ആചരിക്കുന്നു. ഇന്ത്യ ആദ്യമായിട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ എന്ന റാങ്കിങ്ങിൽ 100ാമത്തെ സ്ഥാനത്തിന്റെ താഴേക്കെത്തി. ഇതേപോലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇന്നത്തെ കറണ്ട് അഫേഴ്സ്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, ത്രിപുര ഹാസ് ബിക്കം എ ഫുള്ളി ലിറ്ററേറ്റ് സ്റ്റേറ്റ് അണ്ടർ ഉല്ലാസ്. ഉല്ലാസിന്റെ കീഴിൽ ത്രിപുര ഒരു സമ്പൂർണ്ണ സാക്ഷരത സംസ്ഥാനമായിട്ട് മാറി. ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളാണ് പൂർണ്ണമായിട്ടും ലിറ്ററേറ്റ് സ്റ്റേറ്റ്, അതായത് സമ്പൂർണ്ണ സാക്ഷരത നേടിയിട്ടുള്ള സംസ്ഥാനങ്ങൾ? നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യയിലെ ഏത് വടക്കുകിഴക്കൻ സംസ്ഥാനമാണ് ഇന്ത്യയിലെ 3ാമത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി മാറിയത്? ത്രിപുരയാണ് ഈ കഴിഞ്ഞ ദിവസം, അതായത് ജൂൺ 23 പ്രഖ്യാപിച്ചിട്ടുള്ളത്. ത്രിപുര ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റിലെ 2ാമത്തെ സംസ്ഥാനവും ഇന്ത്യയിലെ 3ാമത്തെ സംസ്ഥാനമായിട്ട് മാറി. അതായത് പൂർണ്ണമായിട്ടും സാക്ഷരത കൈവരിച്ചിട്ടുള്ള സംസ്ഥാനം. ഇന്ത്യയിലെ 3ാമത്തെ സംസ്ഥാനമാണ് ത്രിപുര. ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ 2 സംസ്ഥാനങ്ങൾ ഏതാണ്? ഗോവയും മിസോറാം. ഗോവ ആൻഡ് മിസോറാം ആണ് ഇന്ത്യയിലെ ആദ്യത്തെ 2 സംസ്ഥാനങ്ങൾ. 3ാമത്തേത് ത്രിപുര. ജൂൺ 23 ത്രിപുര ഉല്ലാസ് എന്ന പ്രോഗ്രാമിന്റെ കീഴിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയിട്ടുള്ള സംസ്ഥാനമായിട്ട് മാറിയിട്ടുള്ളത്. ഏത് സംരംഭത്തിന്റെ കീഴിലാണ് 2025 ജൂൺ 23 സമ്പൂർണ്ണ സാക്ഷരത കൈവരിക്കുന്ന 3ാമത്തെ ഇന്ത്യൻ സംസ്ഥാനമായി ത്രിപുര മാറിയത്? ഉല്ലാസ് എന്ന നവഭാരത് സാക്ഷരതാ കാര്യക്രമത്തിന്റെ കീഴിലാണ് ഉല്ലാസ് ത്രിപുര എന്ന സംസ്ഥാനം ഇത് പൂർണ്ണമായിട്ടും സമ്പൂർണ്ണ സംസ്ഥാനമായിട്ട് മാറിയിട്ടുള്ളത്. പല ഘട്ടങ്ങളിൽ നടന്നിട്ടുള്ള ഈ ഒരു പരിപാടിയുടെ കീഴിലാണ് ത്രിപുര എത്തിയിട്ടുള്ളത്. സമൂഹത്തിലെ എല്ലാവർക്കും വേണ്ടിയുള്ള ആജീവാനന്ദ പഠനത്തെക്കുറിച്ച് ധാരണ ഏത് വർഷമാണ് നടപ്പിലാക്കാൻ തുടങ്ങിയത്? 2022-27. ഉല്ലാസ് എന്ന പ്രോഗ്രാം, അതായത് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ലൈഫ് ലോങ് ലേണിംഗ് ഫോർ ഓൾ ഇൻ സൊസൈറ്റി എന്ന ഈ ഒരു പ്രോഗ്രാമിന്റെ കീഴിലാണ് കേന്ദ്ര ഗവൺമെന്റ് ഒരു 5 വർഷത്തെ ഒരു പരിപാടി ആരംഭിച്ചിട്ടുള്ളത്. 2022 മുതൽ 27 വരെയാണ് ഈ ഒരു പ്രോഗ്രാം, അതായത് ഉല്ലാസ് എന്ന അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ലൈഫ് ലോങ് ലേണിംഗ് ഫോർ ഓൾ ഇൻ സൊസൈറ്റി എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിന്റെ കീഴിലാണ് ത്രിപുര സമ്പൂർണ്ണ സാക്ഷരത നേടിയിട്ടുള്ള സംസ്ഥാനമായിട്ട് മാറിയിട്ടുള്ളത്. 2022-27 എന്ന കാലയളവിലാണ് ഉല്ലാസ് എന്ന ഈ പ്രോഗ്രാം നടപ്പിലാക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പ്രോഗ്രാം ആണ് ഉല്ലാസ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്, SCO ഡിഫൻസ് മിനിസ്റ്റേഴ്സ് മീറ്റ് ഇൻ ചൈന. ചൈനയിൽ SCO പ്രതിരോധ മന്ത്രിമാരുടെ യോഗം. ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ SCO ഇതിന്റെ ഡിഫൻസ് മിനിസ്റ്റേഴ്സിന്റെ യോഗമാണ് ഇന്ന് ആരംഭിക്കുന്നത്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജൂൺ 25-26 തീയതികളിൽ ഷാങ്ഹായ് സഹകരണ സംഘടന പ്രതിരോധ മന്ത്രിമാരുടെ യോഗം എവിടെയാണ്? ചൈനയുടെ ക്വിങ്ഡാവോ എന്ന സ്ഥലത്താണ് ജൂൺ 25-26 എന്നീ തീയതികളിൽ ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ, അതായത് SCOന്റെ ഡിഫൻസ് മിനിസ്റ്റേഴ്സിന്റെ യോഗം ആരംഭിക്കുന്നത്. 2025 ജൂൺ 25-26 തീയതികളിൽ നടന്ന SCO പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിച്ചത് ആരാണ്? ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ്. ഇന്നും നാളെയുമായി നടക്കാൻ പോകുന്ന ഡിഫൻസ് മിനിസ്റ്റേഴ്സിന്റെ ആ ഒരു യോഗം, ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷന്റെ ആ ഒരു മീറ്റിംഗിനെ ഇന്ത്യയിലെ ഡെലിഗേറ്റ്സിനെ, ഇന്ത്യയിലെ പ്രതിനിധികളെ നയിക്കുന്ന വ്യക്തിയാണ് ഇപ്പോഴത്തെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഡിഫൻസ് മിനിസ്റ്റർ ആണ് രാജ്നാഥ് സിംഗ്. 2025 ജൂൺ 26 തീയതികളിൽ നടക്കുന്ന പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്ന റഷ്യയുടെ പ്രതിരോധ മന്ത്രിയുടെ പേര് ആൻഡ്രി ബെലോസോവ് റഷ്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ ആണ്. ഇദ്ദേഹമായിട്ട് ഇന്ത്യയിലെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടക്കുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീറ്റിംഗ് ആണ്. SCOന്റെ ഡിഫൻസ് മിനിസ്റ്റേഴ്സിന്റെ കൂട്ടത്തിൽ നടക്കാൻ പോകുന്ന ഈ ഒരു മീറ്റിംഗ്. അതുകൊണ്ട് തന്നെയാണ് ഡിഫൻസ് മിനിസ്റ്ററിന്റെ റഷ്യയുടെ പേര് എടുത്തു പറഞ്ഞിട്ടുള്ളത്. ആൻഡ്രി ബെലോസോവും ഇന്ത്യൻ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് തമ്മിലുള്ള ഒരു മീറ്റിംഗ് ആയിരിക്കും നടക്കാൻ പോകുന്നത്. ചൈനയിലെ ക്വിങ്ഡാവോയിൽ വെച്ച് നടക്കാൻ പോകുന്ന SCO മീറ്റിംഗ്. ജൂൺ 25, ജൂൺ 26 എന്നീ തീയതികളിലാണ് SCO ഡിഫൻസ് മിനിസ്റ്റേഴ്സിന്റെ മീറ്റിംഗ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്, സംവിധാൻ ഹത്യാ ദിവസ് വിൽ ബി ഒബ്സർവ്ഡ്.
സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കും. ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. സംവിധാൻ ഹത്യാ ദിവസ് ഏത് തീയതിയിലാണ് ആചരിക്കുന്നത്? ജൂൺ 25. ഇന്ന് ജൂൺ 25 സംവിധാൻ എന്ന് പറയുമ്പോൾ അതായത് ഒരു പാർലമെൻ്ററി സിസ്റ്റം, ഗവൺമെൻറ് ഹത്യ, അതായത് അതിൻ്റെ ഡെത്ത് എന്ന് പറയാൻ പറ്റും. അങ്ങനെയുള്ളൊരു ദിവസത്തെയാണ് സംവിധാൻ ഹത്യാ ദിവസ് എന്ന് പറയുന്നത്. ഇത് ജൂൺ 25 ഇന്ന് ഇത് ഒബ്സർവ് ചെയ്യാണ്, ആചരിക്കുകയാണ്. 1975 ജൂൺ 25 രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ത്യൻ രാഷ്ട്രപതിയുടെ പേര് ഫക്രുദ്ദീൻ അലി മുഹമ്മദ്. ഫക്രുദ്ദീൻ അലി മുഹമ്മദ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ, അന്നത്തെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഇന്ദിരാഗാന്ധിയുടെ സജഷനിലാണ് അന്ന് 1975 ജൂൺ 25 ഈ ഒരു ദിവസം അന്ന് എമർജൻസി ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്, അതായത് അടിയന്തരാവസ്ഥ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അത് ഇപ്പോൾ പറയുന്നത് അതൊരു സംവിധാനത്തെ, ഇന്ത്യയിലെ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയെ മരവിപ്പിച്ച ലെവലിലുള്ള ഒന്നാണെന്നാണ് പറയപ്പെടുന്നത്. നിരവധി പേരാണ് അന്ന്, ഏതാണ്ട് 1,00,000-ഓളം പേരാണ് അന്ന് ജയിലിലായിട്ടുള്ളത്. 1975 ജൂൺ 25 മിഡ് നൈറ്റ്. അന്നത്തെ പ്രസിഡന്റ് ആയിരുന്നു ഫക്രുദ്ദീൻ അലി മുഹമ്മദ്, അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ഇന്ദിരാഗാന്ധി. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ഇന്ത്യ എൻറ്റേഴ്സ് ടോപ്പ് 100 ഇൻ ഗ്ലോബൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ റാങ്കിംഗ്. ആഗോള സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റാങ്കിങ്ങിൽ ഇന്ത്യ ആദ്യ 100 സ്ഥാനങ്ങളിൽ ഇടം നേടി. ആദ്യമായിട്ടാണ് ഇന്ത്യ 100ാമത്തെ ആ സ്ഥാനത്തിന് താഴേക്ക് വരുന്നത്. ഇതുവരെ ഇന്ത്യയുടെ ഇപ്പോൾ സ്ഥാനം 100ന്റെ മുകളിൽ ആയിരുന്നു ആ ഒരു സൂചികയിൽ. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എന്താണ്? 99ാം സ്ഥാനം. ആദ്യമായിട്ട് ഇന്ത്യ 100ാമത്തെ സ്ഥാനത്തിന് താഴേക്കെത്തി. ഇന്നത്തെ മിക്കവാറും എല്ലാ പത്രങ്ങളിലെ, പ്രത്യേകിച്ച് ഹിന്ദു പത്രത്തിലും വന്നിട്ടുള്ള വാർത്തയാണ് ഇന്ത്യ റാങ്ക് 2025 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ. സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ സൂചികയിൽ 167 രാജ്യങ്ങളിൽ ഏറ്റവും മികച്ച 100 എണ്ണത്തിൽ ഇന്ത്യ ഏത് വർഷമാണ് സ്ഥാനം നേടിയത്? 2025. 2025 ആണ് ഇന്ത്യ ആദ്യമായിട്ട് 100ാമത്തെ സ്ഥാനത്തിന് താഴേക്ക് എത്തിയിട്ടുള്ളത്. 167 കൺട്രീസ് നടന്നിട്ടുള്ള ആ ഒരു സൂചികയിൽ വെച്ചാണ് ഇന്ത്യ ഇപ്പോൾ 100ാമത്തെ സ്ഥാനത്തിന് താഴെ, അതായത് 99ാമത്തെ സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ഇൻഡെക്സിൽ, അതായത് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റാങ്കിങ്ങിൽ. യുണൈറ്റഡ് നേഷൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് SDG പ്രോഗ്രാംസ് എന്ന് പറയുമ്പോൾ. അത് ഓരോ രാജ്യങ്ങളിലും ഉന്നമനത്തിന് വേണ്ടി പല മേഖലയിലും, അതായത് 17 SDG പ്രോഗ്രാംസ് ആണുള്ളത്. ആ ഒരു പ്രോഗ്രാംസിൽ പല മാനദണ്ഡങ്ങളും ഉള്ള ഈ പ്രോഗ്രാംസിൽ ഇന്ത്യ ഇപ്പോൾ 99ാമത്തെ റാങ്കിങ്ങിൽ ആണ് എത്തിയിട്ടുള്ളത്. 2025 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്കോർ എന്താണ്? 67 സ്കോർ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ, ആ ഗോളിൽ ഇന്ത്യക്ക് ലഭിച്ച റാങ്ക് ആണ് 67. ഇതിൽ ചൈനയ്ക്കാണെങ്കിൽ 74.4 എന്ന സ്കോർ ആണ്, 49ാമത്തെ റാങ്കിങ്ങിലാണ്. US ആണെങ്കിൽ 75.2 എന്ന രീതിയിൽ 44ാമത്തെ റാങ്കിങ്ങിലാണ്. 2025 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? ഫിൻലാൻഡ് 1ാം സ്ഥാനത്തും സ്വീഡൻ 2ാം സ്ഥാനത്തും ഡെൻമാർക്ക് 3ാം സ്ഥാനത്തുമാണ്. 3 കൺട്രീസ് ഏറ്റവും ടോപ്പ് ലെവൽ: ഫിൻലാൻഡ്, സെക്കൻഡ് സ്വീഡൻ, 3ാമത്തേതാണ് ഡെൻമാർക്ക്. ഇതിൽ ഇന്ത്യ 2024 ആണെങ്കിൽ 109ാമത്തെ റാങ്ക് ആയിരുന്നു. എന്നാൽ 2025 ഇന്ത്യയുടെ റാങ്ക് ആണ് 99ാമത്തത്. 2017 116 എന്ന റാങ്കിങ്ങിൽ നിന്നാണ് 2024 109ലേക്ക് എത്തിയതും. പിന്നീട് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് പറയുമ്പോൾ 99ാമത്തെ റാങ്കിങ്ങിൽ എത്തിയിട്ടുള്ളത്. ഈ റിപ്പോർട്ട്, അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന റിപ്പോർട്ട്, ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഇന്നലെയായിരുന്നു, ജൂൺ 24. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് നവ്യ, എ ജോയിന്റ് പൈലറ്റ് ഇനിഷ്യേറ്റീവ് ഫോർ സ്കില്ലിംഗ് അഡോളസെന്റ് ഗേൾസ്. കൗമാരക്കാരായ പെൺകുട്ടികളെ നൈപുണ്യപ്പെടുത്തുന്നതിനുള്ള സംയുക്ത പൈലറ്റ് സംരംഭമായ നവ്യ എന്ന പ്രോഗ്രാം ഏത് സംസ്ഥാനമാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്? നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജൂൺ 24 ഏത് സംസ്ഥാനത്താണ് യുവ കൗമാര പെൺകുട്ടികൾക്കുള്ള വൊക്കേഷണൽ ട്രെയിനിങ് ആരംഭിച്ചത്? നവ്യ എന്ന പ്രോഗ്രാം ആരംഭിച്ചത് ഉത്തർപ്രദേശ്. നവ്യ എന്നാൽ നർച്ചറിംഗ് ആസ്പിറേഷൻസ് ത്രൂ വൊക്കേഷണൽ ട്രെയിനിങ് ഫോർ യങ് അഡോളസെന്റ് ഗേൾസ്. ഈ ഒരു പ്രോഗ്രാം ജൂൺ 24 ഉത്തർപ്രദേശ് ലോഞ്ച് ചെയ്തു. 16 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കൗമാരപ്രായക്കാരായിട്ടുള്ള പെൺകുട്ടികൾക്ക് ആരംഭിച്ച പ്രോഗ്രാം ആണ് ഉത്തർപ്രദേശിന്റെ.
16-18 വയസ്സ് പ്രായമുള്ള കൗമാരക്കാരായ പെൺകുട്ടികൾക്ക് 10ാം ക്ലാസ് കുറഞ്ഞ യോഗ്യതയുള്ള ഏത് നൈപുണ്യ വികസന പരിപാടിയാണ് UP സർക്കാർ നൽകുന്നത്? നവ്യ. ഇതിലെടുത്ത് പറഞ്ഞിട്ടുണ്ട് 16 മുതൽ 18 വയസ്സുള്ള പെൺകുട്ടികൾ, 10ാം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ള പെൺകുട്ടികൾക്കുള്ള ഒരു സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ് നവ്യ. അതായത് നർച്ചറിംഗ് ആസ്പിറേഷൻ ത്രൂ വൊക്കേഷണൽ ട്രെയിനിങ് ഫോർ യങ് അഡോളസന്റ് ഗേൾസ്. ഇന്ത്യൻ യുവാക്കൾക്ക് മെച്ചപ്പെട്ട ഉപജീവന മാർഗം ലഭിക്കുന്നതിനായി കേന്ദ്ര സർക്കാരിൻ്റെ നൈപുണ്യ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമിൻ്റെ പേരെന്താണ്? പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന. ഉത്തർപ്രദേശ് ലോഞ്ച് ചെയ്തിട്ടുള്ള നവ്യ എന്ന പ്രോഗ്രാം അതേപോലെ തന്നെ മറ്റൊരു പ്രോഗ്രാം ആണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന. ഇത് യൂത്ത് ഡെവലപ്മെൻറ്റ് ആയി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം ആണ്. 2015 ജൂലൈ 16 തീയതിയാണ് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന എന്ന ഈ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇന്നിപ്പോൾ 9 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു പ്രോഗ്രാമിനെ പ്രധാനമന്ത്രി യൂത്ത് ട്രെയിനിങ് പ്രോഗ്രാം എന്നും അറിയപ്പെടുന്നു. പ്രധാനമന്ത്രി യൂത്ത് ട്രെയിനിങ് പ്രോഗ്രാം അല്ലെങ്കിൽ പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന എന്ന പേരിൽ അറിയപ്പെടുന്ന PMKVY എന്ന ഈ ഒരു പ്രോഗ്രാം ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ആണ്. 2015 ജൂലൈ 16 ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണെന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ പ്രാവശ്യം ഇതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്നൊരു മാറ്റമുണ്ട്. അതിനുവേണ്ടി ശ്രമിക്കൂ. ലേഡീസ് കറണ്ട് അഫയേഴ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.